പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്പെയിനും അർജന്റീനയും തമ്മിൽ വേൾഡ് കപ്പ് ഫൈനൽ കളിക്കുക. ഇന്നലെ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടു ലോകകപ്പ് കാണാൻ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ സ്കൂളുകൾക്കും അവധി കൊടുക്കണം. CPM ആവശ്യപ്പെട്ടത് സ്കൂളുകൾക്ക് മാത്രം അവധി കൊടുക്കണം. കാര്യം അദ്ദേഹം സ്കൂൾ മന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ലീഗിൻ്റെ മന്ത്രി കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒന്ന് അവധി കൊടുത്തു. ഒന്നിനും കുറയ്ക്കണമെന്ന് വിചാരിച്ചു. ഹയർ എഡ്യൂക്കേഷൻ കൂടെ അവധി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി പറയണം. എന്തായാലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഹയർ എഡ്യൂക്കേഷനും വരുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അപ്പോൾ ഇന്നത്തെ മാച്ചിൻ്റെ പ്രത്യേകത എന്ത് എന്നുള്ളതും അതിലെ രാഷ്ട്രീയവും കൂടെ നമ്മൾ നോക്കണം. ജൂതന്മാരെ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ മെസ്സിയെയും അർജന്റീനയും വെറുക്കാൻ കേരളീയർ പഠിച്ചത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷമാണ്. അപ്പോൾ ഇന്ന് ഫൈനൽ കളിക്കുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന മെസ്സിയെയും അർജന്റീനയെയും തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും സമസ്തയുടെയും ഒക്കെ പിന്തുണയുള്ള സതീശൻ സഖാവ് ഇതിനെ മൗനാനുവാദം കൊടുത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കേരളത്തിലെ കമ്മികളും സുഡാപ്പികളും ഒരുപോലെ പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ കപ്പ് നേടണമേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും മെസ്സി കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാര്യം ഇതുവരെയുള്ള അവരുടെ പ്രകടനം കാണിക്കുന്നത് അത് തന്നെയാണ്. മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പായിരിക്കും ചിലപ്പോൾ ഇത്. ഇന്നലത്തെ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനലിൽ 10 ഗോളുകളാണ് പറഞ്ഞത്, 6-4. ആവേശത്തിൽ ഇളക്കിയ ഒരു 3-ാം സ്ഥാനം നമ്മൾ കണ്ടു. ഫ്രാൻസിനെ ഇംഗ്ലണ്ട് അടിച്ചു വീഴ്ത്തി. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കപ്പുമായി മെസ്സി തിളങ്ങി നിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ എന്ന് പറയുമ്പോൾ നാളെ രാവിലത്തെ ഇന്ന് രാത്രിയത്തെ മാച്ച് എല്ലാവരും കാണുക. നിങ്ങളുടെയൊക്കെ ആരാധകരുണ്ട്. നിങ്ങളെയൊക്കെ ഹീറോകളായ താരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ സ്കൂളുകൾ അടഞ്ഞു തന്നെ കിടക്കട്ടെ. നന്ദി, നമസ്കാരം.